ഇപ്പം നോർമൽ ചെസ്റ്റ് ഉള്ളൊരു കുട്ടി, അതായത് 77-82 ചെസ്റ്റ് ഉള്ളൊരു കുട്ടി പോലും ഔട്ടായി പോകുന്നതിൻ്റെ കാര്യം, ഇപ്പം ഈ കുട്ടിക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത്, ചെസ്റ്റ് എടുക്കുന്ന സമയത്ത് കൃത്യം 77 വന്നിരിക്കുകയാണ് ഡൗൺ. ഈ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കിട്ടത്തില്ല. ഹായ് ഫ്രണ്ട്സ്, ഐ ആം വിനോദ്, പെർഫെക്റ്റ് ഡിഫൻസ് അക്കാഡമി കൊട്ടാരക്കര. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം, ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ചെസ്റ്റിൽ ഔട്ടായിട്ട് വളരെ സങ്കടത്തോട് പോകുന്ന ഒരു കാര്യം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നോർമൽ ചെസ്റ്റ് ഉള്ളൊരു കുട്ടി, അതായത് 77-82 ചെസ്റ്റ് ഉള്ളൊരു കുട്ടി പോലും ഔട്ടായി പോകുന്നതിൻ്റെ കാര്യം, അവർക്ക് എങ്ങനെയാണ് എക്സ്പാൻഷൻ ചെയ്യേണ്ടത് എന്ന് അവർക്ക് അതിൻ്റെ ഒരു ഐഡിയ ഇല്ല. അതാണ് അവർ, അതായത് ആർമി ഓഫീസേഴ്സ് കൊടുക്കുന്ന ഒരു 3 ചാൻസാണ് കൊടുക്കാറുള്ളത്. ഈ 3 ചാൻസ് കൊണ്ട് ഈ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഐഡിയ പരമായിട്ട് ആ എക്സ്പാൻഷൻ എടുക്കാനുള്ള ഐഡിയ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ കുട്ടി പുറത്തു പോകുന്നത്. അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അതായത് അവിടെ പോയി നിന്നിട്ട് രാവിലെ വെളുപ്പിനെ 12 മണിക്ക് പോയി ലൈനിൽ പോയി നിന്ന് ഈ കുട്ടി റണ്ണിങ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 പേരെ നിർത്തി ചെയ്യിക്കുന്ന റണ്ണിങ് കോമ്പറ്റീഷനിൽ 20-25 പേരെ ആയിരിക്കും എടുക്കുക. ആ 25-ൽ ഒരാളായിട്ട് ഈ റണ്ണിങ് പാസ്സായി പുള്ളപ്പ് വന്ന് അതും 10 പാസ്സായിട്ടാണ് ഈ കുട്ടി മെഷർമെൻറ്റിന് ചെല്ലുന്നത്. മെഷർമെൻറ്റിന് ചെല്ലുമ്പോൾ ചെന്ന് ആദ്യം ഹൈറ്റ് നോക്കി ചെസ്റ്റിനകത്താണ് ഔട്ടായി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. ഹൃദയം തേങ്ങുന്ന വേദനയായിട്ടായിരിക്കും ഈ കുട്ടി തിരിച്ചു പോകുന്നത്. അപ്പം നോർമൽ മെഷർമെൻ്റ് ഉള്ള ഒരു കുട്ടി ഇനി അങ്ങനെ പുറത്താവരുത്. ഞങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളോട് കാണിക്കാൻ പോകുന്നത്. നോർമൽ ഒരു കുട്ടി പോലും ഞങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് റാലികളിൽ ഔട്ടാവാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ എന്താണ്, എങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത്, ചെസ്റ്റ് പിടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഈ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നോർമൽ കൂടുതൽ ചെസ്റ്റ് ഉള്ളൊരു കുട്ടിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ സംബന്ധിച്ചിട്ട് ഇയാൾക്ക് ഒന്നും വേണ്ട, ഇയാൾക്ക് എക്സ്പാൻഷൻ കിട്ടുമോ ഇല്ലെന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പം നമ്മൾ ഈ മെഷർമെൻറ്റിന് ചെന്ന്, അതായത് ചെസ്റ്റിലേക്ക് ചെല്ലുമ്പം നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ്, ആ കുട്ടിക്ക് ഏറ്റവും വലിയ അയാളുടെ പ്രശ്നം മാനസിക സംഘർഷമാണ്. കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഭയങ്കര അതിയായ ടെൻഷനാണ് ആ ഒന്നാമത്തെ കാര്യം. ആ കുട്ടിക്ക് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോർമലിലുള്ള ഒരാൾക്ക് അത് അയാൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാര്യം നോർമൽ 77 കിട്ടും, പിന്നെ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടെന്നുള്ള കാര്യം മാത്രം നമ്മൾ തിങ്ക് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ടെൻഷൻ കളയുക എന്നുള്ളതാണ് ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. കിട്ടുമില്ല എന്തായാലും അതിൽ വേറെ കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ ടെൻഷൻ ഇല്ലാതെ വളരെ റിലാക്സ് ആയിട്ട് നമ്മുടെ ഓഫീസറിൻ്റെ മുന്നിൽ ചെല്ലുകയാണ്, നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റ് അടക്കാൻ നിൽക്കുകയാണ് വേണ്ടിയത്. അപ്പം നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് നിങ്ങൾ ഓഫീസറിൻ്റെ അടുക്കൽ എത്തുമ്പോൾ അദ്ദേഹം ഹാൻഡ്സപ്പ് പറയുമ്പോൾ തന്നെ നിങ്ങൾ കൂളായിട്ട് തന്നെ കൈയങ്ങ് പൊക്കുക. ആ സമയത്ത് നമ്മൾ ബ്രീത്തിങ് നോർമലായിരിക്കണം. നമ്മളല്ലാതെ ശ്വാസം എടുത്ത് നിൽക്കുകയൊന്നും വേണ്ട. നമ്മൾ വളരെ നോർമലായിട്ട് തന്നെ നിൽക്കുക. നല്ല വലിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഈ വിങ്സൊക്കെ കുറച്ച് എക്സ്പാൻഡ് ആയിരിക്കും. അപ്പോൾ അദ്ദേഹം ആ ഓഫീസർ കൃത്യമായിട്ട് ഈ നിപ്പിളിന് താഴെയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റ് എടുക്കുക. ഈ നിപ്പിൾ താഴെയിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൈ താത്തിടുക. അതായത് ഈ നിപ്പിൾ താഴെയിട്ട് ഈ ഓഫീസർ ടൈറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ കൈ താക്കുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു മെഷർമെൻറ്റ് കൃത്യമായിട്ട് നിൽക്കും. ആ സമയത്ത് നിങ്ങൾക്ക് വയറിൽ നിങ്ങൾ അതായത് നിങ്ങൾ എയർ പിടിച്ച് നിർത്തരുത്. മാക്സിമം എയറും വെളിയിലായിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓഫീസറെ ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ നോർമൽ നിൽക്കുമ്പോൾ ഓഫീസർ അപ്പ് പറയുകയായിരിക്കും ചെയ്യുന്നത്. ഈ അപ്പ് പറയുമ്പോൾ നിങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ ലോങ് ബ്രീത്തിങ് ചെയ്യണം. അപ്പ് ഇങ്ങനെ ലോങ് ബ്രീത്തിങ്. ഈ ലോങ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് 7 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ മസ്റ്റായിട്ടും കിട്ടിയിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം 3 ചാൻസ് തരും. ഈ 3 ചാൻസും ഒരേപോലെ തന്നെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ 3 ചാൻസിൽ ഏതെങ്കിലും ഒരു ചാൻസ് നിങ്ങൾക്ക് 77-82 ചെസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഓഫീസർ നിങ്ങളെ പാസ്സാക്കി വിടും. കിട്ടാത്ത കുട്ടികളെയാണ് ഔട്ടായി കളയുന്നത്. അപ്പോൾ ഈ 3 ചാൻസിൽ ഏതെങ്കിലും ഒരു ചാൻസ് നിങ്ങൾ ഈ പറയുന്ന രീതി കൃത്യമായിട്ട് ബ്രീത്തിങ് മാക്സിമം എടുത്തുകൊണ്ട് ചെസ്റ്റ് എക്സ്പാൻഷൻ ചെയ്തുകൊണ്ട് ഈ ഷോൾഡർ, അതായത് വിങ്സ് മസിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ആക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഔട്ടായി പോകുന്നതായിരിക്കത്തില്ല. കൺഫേം ആണ് നിങ്ങൾ ചെസ്റ്റ് മെഷർമെൻറ്റിൽ പാസ്സായിരിക്കും എന്നുള്ളത്. ഞാൻ 1-2 ട്രയൽ കാണിച്ചു തരാം. അപ്പ് ഡൗൺ. ഈ കുട്ടിയെ സംബന്ധിച്ചിട്ട് ഈ കുട്ടി കുറച്ച് ഓവറായിട്ടുള്ള നോർമലായിട്ടുള്ള ഒരു ചെസ്റ്റുള്ള കുട്ടിയാണ്. ഇങ്ങനെയുള്ള കുട്ടികളാണ് വളരെയധികം കെയർ ആയിട്ട് തന്നെ ഇരിക്കേണ്ടത്. ഇപ്പോൾ ഈ കുട്ടിക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത്, ചെസ്റ്റ് എടുക്കുന്ന സമയത്ത് കൃത്യം 77 വന്നിരിക്കുകയാണ് ഡൗൺ. അപ്പ് ആ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇത് 84 വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വയറ് മാക്സിമം നിങ്ങൾ എയർ മാക്സിമം എടുത്തിരിക്കുക. ഈ
വയറിൽ നിന്ന് ഈ ചെസ്റ്റിലാണ് എയർ വന്ന് നിൽക്കേണ്ടത്, മാക്സിമം വന്ന് നിൽക്കുക. അപ്പം ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അടുത്ത നെക്സ്റ്റ്, ഇതൊരു ബിലോ ആവറേജ് ചെസ്റ്റ് ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കിട്ടത്തില്ല, ഇവിടെ ഇട്ട് ചെസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പം ഈ കുട്ടി നീ നോർമലി നിൽക്കുക, ഹാൻഡ്സ് അപ്പ്. ഇവിടെ ഇട്ട് ഡൗൺ, ഇവിടെ ഇട്ട് പിടിച്ചെങ്കിൽ മാത്രമേ ഈ കുട്ടിക്ക് ചെസ്റ്റ് കിട്ടൂ. അത് ചില ഓഫീസേഴ്സ് ചിലപ്പോൾ നിപ്പിളിൻ്റെ മേളിൽ ഇട്ട് പിടിക്കും, നിപ്പിളിൻ്റെ താഴെ ഇട്ട് പിടിക്കും. അതൊക്കെ നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും ഇവിടെ ഇട്ട് പിടിക്കാനുള്ളത്. അപ്പ് ഡൗൺ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ചെസ്റ്റ് മെഷർമെൻറ്റിന് പോകുമ്പോൾ നിങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. നിങ്ങളുടെ ഈ കഷ്ടഭാഗങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അത്ര ക്ലീൻ ആയിട്ട് നിങ്ങൾ ഈ മെഷർമെൻറ്റിന് പോകാവും. ഇല്ല എന്നുണ്ടെങ്കിൽ നീറ്റ്നെസ് നിങ്ങൾക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഔട്ടായിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഡൗൺ, അപ്പ്. അപ്പം ഇങ്ങനെയാണ് ചെസ്റ്റ് എടുക്കേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരു 16, 17, 20 വർഷത്തോളം ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ഐഡിയയിൽ ഇതൊക്കെയാണ്. അപ്പം ഞങ്ങളുടെ കുട്ടികൾക്ക് 90% കുട്ടികൾക്കും ഞങ്ങളുടെ ചെസ്റ്റ് കിട്ടാറുണ്ട്. ഞങ്ങളുടെ ചെസ്റ്റ് ഔട്ട് ആവാറില്ല, ഞങ്ങൾ ചെസ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ഇനി ഒരു ഹൈറ്റിൻ്റെ ടിപ്സ് എന്താണ്, അല്ലെങ്കിൽ വെയിറ്റിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഇന്ത്യൻ ആർമിക്ക് റിക്രൂട്ട്മെൻറ്റിന് പങ്കെടുക്കാൻ തയ്യാറായിരിക്കുന്ന കുട്ടികളിലേക്ക് ഇതൊന്ന് മാക്സിമം എത്തിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ അക്കാഡമിയുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.